ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ഇസ്രായേൽ ഹമാസ് അവിടെ ഈ ഫേസ് 1 ബന്ധപ്പെട്ട് ആദ്യഘട്ടം ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ ഒപ്പൊക്കെ വെച്ചിട്ട് പോയതിനു ശേഷം വീണ്ടും ഒരു ഡൗട്ട്. അതായത് ഇസ്രായേൽ ഇങ്ങനെ ഈ യെല്ലോ ലൈനിൽ പുറകിൽ വന്ന് നിന്നിട്ട് ഇപ്പോൾ ആ മാപ്പ് ഞാൻ കാണിക്കാം. ഇപ്പോൾ യെല്ലോ ലൈൻ എന്ന് പറയുന്നത് ഞാനിപ്പം കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ആ ഒരു യെല്ലോ ഏരിയ എന്ന് പറയുന്നത് IDF വിഡ്രോവൽ നടത്തി വന്ന് നിൽക്കുന്ന ആ ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പം കാണിക്കുന്നത്. പിന്നീട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഹമാസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട്, ഹമാസ് ന്യൂട്രലൈസ്ഡ് ആയി എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ പിന്നീട് വിഡ്രോവൽ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെസറ്റിൽ ക്യാബിനറ്റിൽ ഈ എഗ്രിമെന്റ് വെച്ചു. ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിസായൽ സ്മോട്രിച്ച് ഫിനാൻസ് മിനിസ്റ്റർ, ഇസ്രായേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ഇത്താമർ ബെൻ ഗിവർ, അപ്പോൾ ഇങ്ങനെ പാലസ്തീനിയൻ പ്രിസണേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇസ്രായേലിൻ്റെ ജയിലിലുണ്ട്. അപ്പോൾ അതിൽ ഒരു ലിസ്റ്റ് ഉണ്ട് അത്രേ. ആ ലിസ്റ്റിൽ ഇതിനകത്ത് അതായത് ഇവരെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവർ ഹാംഫുൾ ആണ്, അവർക്ക് വളരെ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അവർ തീവ്രവാദപരമായിട്ട് തന്നെ പെരുമാറും. ഇസ്രായേലിനെതിരെ അവർ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഈ യഹ്യ സിൻവറിനെ പോലത്തെ ആൾക്കാരായിട്ട് മാറാൻ സാധ്യതയുള്ള ആ പ്രോബബിലിറ്റി ഉള്ള ആൾക്കാർ, ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെസറ്റിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2500 വരെ വിടില്ല, അതിന് പകരം 1950 വരെ വിടാം. അതിൽ 250 ആൾക്കാർ ജീവപര്യന്തം തടവിൽ പാർപ്പിക്കപ്പെട്ട ആൾക്കാരാണ്. കോടതി വിധി അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നവർക്ക്. ബാക്കിയുള്ള ഒരു 1500 പേര് പല പല കുറ്റകൃത്യങ്ങളിലായിട്ട്, പ്രത്യേകിച്ചും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, അതായത് ഈ ഇസ്രായേൽ ഗാസ യുദ്ധം ഇപ്പം നിലവിലെ 2023 ഒക്ടോബർ 7 ആ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ബാക്കി അതിനുശേഷം പിടിക്കപ്പെട്ട ആൾക്കാർ, ആ ആൾക്കാരാണ് ഈ 1500 പേര്. അപ്പോൾ അങ്ങനെ 1500 + 250, അങ്ങനെ 1950 വരെ റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മാറ്റം, അതൊരു ചേഞ്ച്. അതായത് എഗ്രിമെന്റ് ഇപ്പോൾ ഫസ്റ്റ് ഫേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിൽ ആ ടീം സൈൻ ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം. 2500 പേരെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 1950 പേരായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഹമാസിന് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവർ ഈ ഫസ്റ്റ് ഫേസ് പൂർത്തിയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ പോകുന്നത്? അതായത് ഇവർ ഒപ്പുവെച്ച പിറ്റേ ദിവസം തന്നെ ഇവർ മലക്കം മറിയുകയാണ് എന്നുള്ള ഒരു ഡൗട്ട് അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഈ ഇന്റർനാഷണൽ കമ്മിറ്റി ഉണ്ടല്ലോ, ഈ ഖത്തർ, ഈജിപ്ത്, അമേരിക്കൻ പ്രതിനിധികൾ, ഇവരെല്ലാം വിളിച്ച് വീണ്ടും ഇവരെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ്. അതായത് ഞങ്ങൾക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കണം. കാരണം ട്രംപ് ആണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് വരാനിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ദിവസം ടൈം എടുത്ത് ശനിയാഴ്ച ഇസ്രായേലിലേക്ക് വരാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ കുറച്ച് ബന്ദികളെയും മോചിപ്പിച്ച് കഴിഞ്ഞാൽ അന്നൊരു ആഘോഷമാക്കി തീർക്കാം. അപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ വലിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ്റർഡേ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. കാരണം സാറ്റർഡേ സാബത്ത് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ചില പോയിന്റുകളൊക്കെ ആൾക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്ന ഞായറാഴ്ച വരെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തിങ്കളാഴ്ച രാവിലെ എന്തായാലും ഈ ബന്ദികളെ മോചിപ്പിച്ചിരിക്കുമെന്നാണ് ട്രംപ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹമാസ് ഇപ്പം നേരെ തിരിഞ്ഞ് ഇപ്പം പ്ലേറ്റ് മറിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം മുഴുവൻ ബന്ദികളെയും ഉടനെ വിട്ടയക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് അവർ വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇവർ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗാസയിൽ നിന്ന് പിന്മാറി ഇവർ ഒരു 60-70% സ്ഥലത്ത് ഇവരിങ്ങനെ തമ്പടിച്ചിട്ടുണ്ടാവും ഇസ്രായേലിൻ്റെ IDF സോൾജേഴ്സ്. ഇവരെയും കൂടെ പിൻവലിപ്പിക്കണം. അതായത് ഈ ബന്ദിമോചനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ് ഫേസ് ആണ്. ഈ സെക്കൻഡ് ഫേസിന്റെ മുമ്പായിട്ട് എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഗാസയ്ക്കുള്ളിൽ ഹമാസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് പ്രധാനമായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രണ്ടുപേരുടെയും പൂർണ്ണമായിട്ടുള്ള ഫിക്സഡ് തീരുമാനമാണ്. അത് രണ്ടുപേർക്കും ഒരേ തീരുമാനമാണ് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഹമാസ് എന്താണ് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു ലിസ്റ്റ് കൊടുക്കാം. എന്താണ് ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ ഇത് ആ ചർച്ച നടത്തി ഈ ഒരു ഡീൽ ഒപ്പിട്ട് ആ ഒരു ചർച്ചാ സമിതിക്കാണ് ഈ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ലിസ്റ്റിൽ ഇവർ കുറെ ആൾക്കാരുടെ പേര് ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന ഗാസയെ റൂൾ ചെയ്യാൻ പോകുന്ന, ഗാസയെ ഗവൺ ചെയ്യാൻ പോകുന്ന ആ ഒരു ഫോറിൻ ബോഡിയോടൊപ്പം ഇവർ പറയുന്ന ഈ പേരിലുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തയ്യാറാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇവിടെയാണ് രണ്ടാം ഘട്ടം, ഈ സെക്കൻഡ് ഫേസ് അവിടെയാണ് പ്രശ്നത്തിലാവുന്നത്. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അഥവാ അമേരിക്കൻ സൈഡിൽ നിന്നും ഈ നോബൽ സമ്മാന കമ്മിറ്റിക്ക് നല്ല രീതിയിലുള്ള പ്രഷർ, ഹൈ പ്രഷർ പോകുന്നുണ്ട്. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അതായത് 3000 വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ്. ട്രംപിനെ കുറിച്ച് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഈ മെഗാ എന്ന് പറഞ്ഞ ആ ഒരു ട്രംപിന്റെ അനുയായികളുണ്ടല്ലോ, അവർ നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കൊഴിപ്പിക്കുന്നുണ്ട്. തയവർദ്ധകൻ ഇപ്പം ചാടിക്കളത്തിൽ വന്ന് വീണിരിക്കുകയാണ്. തയവർദ്ധകൻ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറാണ് കേട്ടോ. റിയൽ ആയിട്ട് ഇതിനകത്ത് എഫേർട്ട് എടുത്ത് ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അൽ താനി, പുള്ളിയുടെ എഫേർട്ടാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതിനകത്ത് എടുത്ത് പറയാനുള്ളത്. ഈ തീവ്രവാദികൾക്ക് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഖത്തറാണെങ്കിൽ തന്നെയും ഈ സമാധാന ചർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള റോൾ വഹിച്ചത് ശരിക്കും ഈ ഖത്തറിന്റെ പ്രൈം മിനിസ്റ്ററാണ്. അതായത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം വളരെയധികം
അതിൽ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തി ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞങ്ങൾ ഇനി യാതൊരുവിധ സമാധാന ചർച്ചയ്ക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് അടിച്ചിങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് നെതന്യാഹുവിനെ ട്രംപ് വിളിച്ചിട്ട് വൈറ്റ് ഹൗസിൽ ഇരുത്തി ഫോൺ അങ്ങ് ഡയൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സംസാരിച്ചു, ഒരു റിഗ്രറ്റ് ഒക്കെ രേഖപ്പെടുത്തി, കണ്ടോളൻസ് ഒക്കെ രേഖപ്പെടുത്തിയപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ സ്മൂത്തായി. അപ്പോൾ പിന്നീട് അവർ വീണ്ടും ഈ സമാധാന ചർച്ചയുമായിട്ട് മുന്നോട്ട് പോയിട്ട് എഫക്റ്റീവായിട്ട് ഈ ഒരു പീസ് ട്രീറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്തവണ തന്നെ ഈജിപ്തിൽ വെച്ചിട്ട് ചർച്ച നടത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതിനു മുമ്പ് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണമാണ്. വീണ്ടും അവർക്ക് ഈ ചർച്ച വിളിച്ചു കൂട്ടാനുള്ള ഒരു പേടി, അത് ഇനിയൊരു ആക്രമണം ഖത്തറിന്റെ ഉള്ളിൽ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഈജിപ്തിലേക്ക് മാറ്റിയത്. അതേപോലെ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദൽ ഫത്താഹ് അൽ സിസിയും ഇതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ തയ്യബ് എർദഗൻ ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. പക്ഷെ പുള്ളി ഇപ്പോൾ വിമർശനം നേരിടുന്നുണ്ട് തുർക്കിക്ക് ഉള്ളിൽ ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ ട്രംപിന്റെ പപ്പറ്റ് അഥവാ അമേരിക്കയുടെ അടിമയായി മാറിയിരിക്കുന്ന തയ്യബ് എർദോഗൻ എന്നാണ് ഇപ്പം തയ്യബ് എർദോഗനെ കുറിച്ചുള്ള സ്ലോഗൻസ് തുർക്കിയുടെ ഉള്ളിലിരുന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇല്ല, ഞാൻ പോയത് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ അഥവാ ഈ ഒട്ടോമൻ എംപറർ പാരമ്പര്യമുള്ള പാലസ്തീനിയൻസ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ നാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രംപുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില പ്രതിച്ഛായ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അതേ സമയത്തിൽ ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഗാസയ്ക്കുള്ളിലുള്ള റൂളിംഗ് ഫുൾ ആൻഡ് ഫുൾ ഞങ്ങൾ നോക്കിക്കോളാം, തുർക്കി ഇടപെട്ട് കാര്യങ്ങൾ നടത്തും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൗദി സൈലന്റ് ആണ്, UAE സൈലന്റ് ആണ്. ഇവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ റൂളിംഗ് ഗവർണൻസ് അതിൽ വരാൻ പോകുന്നത്. ഈ സൗദി, UAE, ഇതേപോലത്തെ അമേരിക്കൻ ചേരിയിലുള്ള കുറച്ച് രാജ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫേസ് സൈൻ ചെയ്ത ഉടനെ തന്നെ ഖത്തർ അടുത്ത പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വളരെയധികം മീഡിയേഷനിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വെനിസുലയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ വേണമെങ്കിൽ ഞങ്ങൾ മീഡിയേഷന് വന്നേക്കാം, ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരുടെ കാര്യം നോക്കിയാൽ പോരെ, വെനിസുലയൊക്കെ വേറെ മാറ്ററാണ്. അവിടെയൊക്കെ പോയിട്ട് ഈ രീതിയിലുള്ള മീഡിയേഷൻസ് ഒന്നും അവിടെ നടക്കത്തില്ല. കാരണം അവിടെ മറ്റേ റിലീജിയസ് സോഫ്റ്റ്വെയറോട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എനിവേ അവർ പറഞ്ഞ സ്ഥിതിക്ക് അവർക്ക് വേണമെങ്കിൽ വെനിസുലയ്ക്കും അമേരിക്കയ്ക്കും ഖത്തറിൽ വേണമെങ്കിൽ വന്നിരുന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കാം. അതായിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. നേരെ പാകിസ്ഥാന്റെ വിഷയം പറഞ്ഞു പോകാം. പാകിസ്ഥാനിലെ ഖ്വാജ ആസിഫ് പെട്ടെന്ന് ഇയാൾ വളരെ നോർമലായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ള പൊളിറ്റീഷ്യൻസ് ഡയലോഗ് അടിക്കുന്ന പോലെ പുള്ളി അങ്ങനെ ഡയലോഗ് ഒന്നും അടിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു ഭാര്യയുമായിട്ട് ഇച്ചിരി വഴക്കിലാണെന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇന്ത്യക്കെതിരെ ഡയലോഗ്, അതായത് ഇന്ത്യ അങ്ങ് തീർത്ത് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലായി നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവർക്ക് ദേഷ്യം തീർക്കണമെങ്കിൽ പെട്ടെന്ന് പിന്നെ ഇന്ത്യയുടെ പേരങ്ങ് പറയുക എന്നുള്ളതാണ് ഒരു പൊതുശൈലി. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞതായിട്ട് നമുക്ക് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ പാകിസ്ഥാൻ്റെ ISIയുടെ സപ്പോർട്ടോടുകൂടി LET, ഈ ലഷ്കർ എന്ന് പറഞ്ഞ ആ ഒരു ടീമുകളുണ്ടല്ലോ, ഈ ടീമുകൾ ബലൂചിസ്ഥാൻ മേഖലയിൽ ഇപ്പം ഇവർ സ്ത്രീകളെ കൂടി ഹയർ ചെയ്യുകയാണ്. ഈ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ത്രീകളുടെ യൂണിറ്റ് സ്ഥാപിക്കുകയാണ് അവർ. ഇത് നുഴഞ്ഞുകയറ്റത്തിന് വളരെയധികം സഹായകരമാകും എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ സ്ത്രീകളെ ഇപ്പോൾ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആണുങ്ങളായിട്ടുള്ള തീവ്രവാദികൾ മാത്രമല്ല, ഈ LETയിലും ജയ്ഷ് എന്ന് പറഞ്ഞ ആ 2 സംഘടനകളിലൊക്കെ ഇനി ലേഡീസ് തീവ്രവാദികളെയും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ. അതുപോലെ പാകിസ്ഥാന് IMF ഇന്ന് ഏതാണ്ട് 1.25 ബില്യൺ ഒരു ബെയിലൗട്ട് അപ്രൂവ് ആക്കി കൊടുക്കേണ്ടതായിരുന്നു ഇന്ന്. അതിപ്പോൾ IMF തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ കൊടുക്കുന്നില്ല. കാരണം പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അൺസർട്ടനിറ്റി, അപ്പോൾ അതുകൊണ്ട് തിരിച്ചടവുകൾ മുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 1.25 ബില്യൺ ബെയിലൗട്ട് ഇപ്പോൾ സാധ്യമല്ല എന്നാണ് IMF പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസ്സിൽ മെജോറിറ്റി ആൾക്കാരെല്ലാം തന്നെ ഒത്തുചേർന്ന് ഒരു കത്ത് എഴുതി ട്രംപിന് കൊടുത്തിരിക്കുകയാണ്. എന്താണ് കത്തെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാടുകൾ, അത് നിങ്ങൾ താരിഫോ റിഫ്റ്റോ എന്ത് പേര് വെച്ച് വിളിച്ചാലും ശരി തന്നെ, ആ നിലപാടുകൾ ശരിയല്ല. കാരണം ഇന്ത്യ അവരുടെ റൂട്ടിൽ വളരെ വ്യക്തമായിട്ട് സഞ്ചരിക്കുകയാണ്. അതിൽ യാതൊരു മാറ്റമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നഷ്ടം അമേരിക്കയ്ക്കാണ് എന്നുള്ള രീതിയിൽ ഈ കത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ട്രംപിന് കൊടുത്തിട്ടുണ്ട്. ട്രംപ് ഭയങ്കരമായിട്ട് ഈഗോ പിടിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ അത് ഏത് രീതിയിൽ എടുക്കും നമുക്കറിയത്തില്ല. പുള്ളിക്കാരൻ പാകിസ്ഥാന് ഇങ്ങനെ വാരിക്കോരി ആയുധങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് അവരുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയെ ഇങ്ങനെ തഴഞ്ഞിടുന്നത് അത്ര നല്ല പരിപാടിയല്ല. അത് ഇന്ത്യയെ ബാധിക്കത്തില്ല, അത് അമേരിക്കയെ ബാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കത്തെഴുതി രേഖാമൂലം സമർപ്പിച്ചിരിക്കുകയാണ് ട്രംപിന്. കാരണം നാളൊരു സമയത്ത് അമേരിക്കൻ കോൺഗ്രസിൽ നിന്നും ആരും തന്നെ ട്രംപിനെ ഉപദേശിച്ചില്ല എന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊരു മുന്നറിയിപ്പ് കൊടുത്താണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ UK വിസിറ്റ്, UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ 125 ഡെലിഗേറ്റ്സുമായിട്ട് പല ബിസിനസ് മേഖലകളിലും പെട്ട ആൾക്കാരുമായിട്ടാണ് കീർ സ്റ്റാർമർ ഇന്ത്യയിൽ വന്നിറങ്ങിയത്. അപ്പോൾ ഏതാണ്ട് UK ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പഠിക്കാൻ പോകുന്നത് UK അപ്പോൾ അവിടുത്തെ മുൻനിരയിൽ നിൽക്കുന്ന കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കോളേജുകൾ ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാനും കൂടി എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാരണം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കുകയും ചെയ്യാം, അതേസമയം UK ഡിഗ്രി കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതായത് ഇതുപോലെ ലക്ഷക്കണക്കിന് പൈസ മുടക്കി ഇപ്പോൾ ഈ വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും. പഠിത്തത്തിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് UK ഡിഗ്രി കരസ്ഥമാക്കാം. അപ്പോൾ അതും റെഗുലറായിട്ട് പഠിച്ച് കരസ്ഥമാക്കാം, കരസിലല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇന്ത്യക്കുള്ളിൽ ക്രിയേറ്റ് ആവാണ്. അപ്പോൾ അതിൽ ആ കോളേജുകൾക്കൊക്കെ കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ
അത് ചില്ലറയല്ല. ആ രീതിയിൽ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇതിൽ അമേരിക്കയ്ക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റിയാണ്. അതിലുപരിയായിട്ട് ഇന്ത്യ UK ഡിഫൻസ് കരാറുകൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് 4000 കോടിയുടെ അടുപ്പിച്ചുള്ള കരാറുകളാണ് ഇന്ത്യ UK സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ UK ഉണ്ടാകുന്ന ആ ഒരു പ്രോഫിറ്റ്, അപ്പോൾ ഇതൊക്കെ ശരിക്കും വളരെ നിർണായകമായിട്ടുള്ള ആയുധങ്ങളുടെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി വളരെ മികച്ച രീതിയിലുള്ള കരാറുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാക്കിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് UK അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് അമേരിക്ക അന്താളിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മളിങ്ങനെ കളഞ്ഞു കുളിച്ചത് എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഉള്ളിൽ ഒരു നഷ്ടബോധം വന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വേൾഡിൽ തന്നെ രണ്ടാമത്തെ ബൈയിങ് കപ്പാസിറ്റി, അത് ഡിഫൻസ് മേഖലയിൽ ആഗോളതലത്തിൽ 2ാം സ്ഥാനമാണ് പർച്ചേസിംഗിൽ ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഈ 2ാം സ്ഥാനത്തുള്ള ബയ്യർ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഈ ബയ്യറെയാണ് അമേരിക്ക ഈ താരിഫ് എന്നുള്ള പേരിൽ ചെറിയ ഈ നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇത് താരിഫ് അല്ല വിഷയം എന്നുള്ളത് പലർക്കും അറിയാം. നൊബേൽ സമ്മാനവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതിൻ്റെ അവകാശവാദവും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ട്രംപ് നാണം കെട്ടു, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ട്രംപിനെ കണ്ട് സംസാരിക്കാത്തത്. അതിന് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് UN പോകാത്തത്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡ്രസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ട്രംപ് അവിടെ വന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പോയി സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ടോക്ക് വരും, അവിടെ ഒരു സംസാരം വരും. അപ്പോൾ അത് അവിടെ സംസാരിക്കാതെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് വേറൊരു ഡിപ്ലോമാറ്റിക്കൽ ക്രൈസിസിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വൈരാഗ്യം കൂടും. അപ്പോൾ അങ്ങനെ കൂടുതൽ വൈരാഗ്യം കൂടുകയും വേണ്ട. നമ്മൾക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസരം മുതലാക്കി. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ള ഇതര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ മേഖലയിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ട്രംപുമായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രംപിനെ കുറിച്ചാണ് ഇങ്ങനെ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ പലരും വിചാരിക്കും അമേരിക്കയാണ് ഇന്ത്യ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. ഇല്ല, ഇന്ത്യയാണ് അമേരിക്ക മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും നീ ഒരു നിലപാടെടുത്തതല്ലേ, അപ്പോൾ അതിൽ നിൽക്കൂ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നീട് ഞങ്ങൾ അമേരിക്ക +1 ആ ഒരു പോളിസിയിൽ ഞങ്ങൾ വരാം. ഇനി തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇപ്പം അവിടെ സ്റ്റാൻഡ് ഓഫ് ഒന്നുമില്ല. പക്ഷേ ഈ തുർക്കി മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ ഓഷനിൽ ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ തടഞ്ഞിട്ടിട്ട് നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ടാണ് തുർക്കി ആഗ്രഹിച്ചത്. ഇന്ത്യ അതിനെ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നുള്ള നിലയിൽ ഒരു റോക്കറ്റ് ഫയർ ചെയ്തു. അത് ഒരു എണ്ണപ്പാടങ്ങളെയോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈനെയോ ഒന്നും തന്നെ ഡാമേജ് ഒന്നും വരുത്തിയിട്ടില്ല. അത് വെറും സാമ്പിൾ ഫയറിംഗ് മാത്രമായിരുന്നു. അതിലുപരിയായിട്ട് അതൊരു സൂചനയാണ് കൊടുത്തത്. കാരണം നമ്മൾ കറക്റ്റ് റൂട്ടിലായിരുന്നു, നമ്മൾ ഇന്റർനാഷണൽ റൂട്ടിൽ വളരെ കൃത്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തുർക്കിയുടെ മെഡിറ്ററേനിയൻ ഓഷന്റെ ആ ഒരു ഡോമിനേഷനെ തച്ചുടച്ച് കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അർമേനിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, ഡിഫൻസ് പാർട്ട്ണർഷിപ്പിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നത്, അർമേനിയയെ ശക്തിപ്പെടുത്തുന്നത്, അത് തന്നെ തുർക്കിയെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്രീസുമായിട്ട് വെച്ചിരിക്കുന്ന ബന്ധം, അതുപോലെ നമ്മൾ സൈപ്രസുമായിട്ട് നടത്തിയ നേവൽ എക്സസൈസ്, ഇതെല്ലാം തന്നെ തുർക്കിയെ ചൊടിപ്പിക്കുന്ന വിഷയങ്ങളാണ്. കാരണം സൈപ്രസ് എന്ന് പറയുമ്പോൾ തന്നെ തുർക്കിയുടെ തൊട്ടടുത്തായി സൈപ്രസിന്റെ പകുതി കൈയടക്കി വെച്ചിരിക്കുന്ന തുർക്കിയാണ്. ഇപ്പോൾ തൽക്കാലം ആ വിഷയത്തിലേക്ക് ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഷിപ്പ് 2 ദിവസം തുർക്കി അവിടെ നിന്ന് പിന്മാറിയിട്ടും നമ്മൾ 2 ദിവസം മെഡിറ്ററേനിയൻ ആ ഓഷനിൽ നമ്മളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് നമ്മൾ മെഡിറ്ററേനിയൻ ഓഷൻ നമ്മൾ വിട്ടത്. INS ത്രികണ്ഡ് എന്ന് പറഞ്ഞ നമ്മളുടെ വാർഷിപ്പ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. അതും വളരെ തുർക്കിയുടെ മുന്നിൽ കൂടെ തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. തുർക്കിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള നാറ്റോ സംഘം തുർക്കിയെ വാൺ ചെയ്തു. കാരണം ഇന്ത്യ അവരുടെ അന്താരാഷ്ട്ര ആ ഒരു റൂട്ട് ലംഘനം നടത്തിയിട്ടില്ല. അവർ കൃത്യമായിട്ട് അവരുടെ റൂട്ടിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഇത് മെഡിറ്ററേനിയൻ ഓഷൻ തുർക്കിക്ക് മാത്രം കുത്തക അവകാശമുള്ള ഒരു റൂട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഇന്ത്യയെ തടയുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയത്. തുർക്കിയുടെ തയ്യാറെടുപ്പിന് കിട്ടിയ ഒരു എക്സാക്ട് നോസ് കട്ടാണ്. ശരിക്കും ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഐസൊലേറ്റഡ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.